ഏവർക്കും നമസ്കാരം. 2025 ജനുവരി 14 തീയതി ചൊവ്വാഴ്ച മകരമാസം ആരംഭിക്കുന്നു. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന അഥവാ സംക്രമിക്കുന്ന ഈ ദിനം മകരസംക്രമം എന്ന് അറിയപ്പെടുന്നു. അന്നേ ദിനം സൂര്യൻ്റെ 6 മാസം നീളുന്ന ഏറ്റവും ശുഭകരമായ ഉത്തരായന കാലത്തിന് ആരംഭം കുറിക്കുന്നു. ഈ കാലഘട്ടം ഏത് ശുഭകരമായ കാര്യങ്ങൾക്കും ഉപാസനാദികൾക്കും ഏറെ ഉത്തമമായ കാലമാകുന്നു. ജനുവരി 14 തീയതി ആരംഭിക്കുന്ന മകരമാസം തുടർന്ന് ഫെബ്രുവരി 12 വരെയും നീളുന്നു. ഈ മകരമാസത്തിൽ 12 രാശിജാതർക്കും അതിലെ 27 നക്ഷത്രക്കാർക്കും നവഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി വന്നു ഭവിക്കാവുന്ന സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഗ്രഹങ്ങളുടെ നിലയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ജനുവരി 14 തീയതി മുതൽ ഫെബ്രുവരി 12 തീയതി വരെയും മകരരാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ നിലവിൽ തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ജനുവരി 21 തീയതി മുതൽ ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. അതോടുകൂടി ചൊവ്വയുടെ നീചത്വം മാറുന്നു. ബുധൻ നിലവിൽ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു. ജനുവരി 24 തീയതി മുതൽ മകരരാശിയിൽ മകരമാസം അവസാനം വരെയും ബുധൻ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഫെബ്രുവരി 6 തീയതി വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും. ശുക്രൻ നിലവിൽ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജനുവരി 28 തീയതി ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നു. ശനി കുംഭരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. രാഹുകേതുക്കൾ തങ്ങളുടെ സഞ്ചാരം മീനം രാശിയിലും കന്നിരാശിയിലുമായി തുടരുന്നു. അപ്പോൾ ഗ്രഹങ്ങളുടെ മേൽപ്പറഞ്ഞ സഞ്ചാരഫലങ്ങളെ ആസ്പദമാക്കി 12 രാശികളുടെയും മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂർ. സൂര്യൻ മേടക്കൂറുകാരുടെ കർമ്മഭാവമായ 10 കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ ഈ മാസം ഈ കൂറുകാർക്ക് നൽകും. പ്രധാനമായും കർമ്മമേഖലയിൽ വളരെ ഉയർച്ചയും പുരോഗതിയും വിജയവും ഇവർക്ക് ഉണ്ടാകും. ഊർജ്ജസ്വലതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതി, പ്രശംസ, അംഗീകാരം എന്നിവയ്ക്ക് കാരണം ആകും. ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി, വളർച്ച എന്നിവ 10ലെ സൂര്യൻ നേടിക്കൊടുക്കും. കൂടാതെ സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും എല്ലാം സമ്മിതി, പ്രശസ്തി എന്നിവ വർദ്ധിക്കുന്ന കാലമാകും ഇത്. രണ്ടാമതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ കുജൻ അഥവാ ചൊവ്വയുടെ സഞ്ചാരം പരിശോധിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 4, 3 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, കുടുംബാംഗങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, തർക്കം എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ മാതാവിൻ്റെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കാം. ശാരീരികമായും മാനസികമായും ക്ലേശങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകാം. എന്നാൽ ആദ്യ ആഴ്ചയോടുകൂടി ചൊവ്വയുടെ ഈ പ്രതികൂലമായ അവസ്ഥ മാറും. 21 തീയതി മുതൽ ഈ കൂറുകാരുടെ 3ലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഊർജ്ജസ്വലത, ആത്മവിശ്വാസം, സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെ നൽകും. കൂടാതെ ശാരീരികവും മാനസികവുമായ സുഖവും സന്തോഷവും വന്നു ചേരും. അടുത്തതായി ബുധൻ്റെ സഞ്ചാരം ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിലൂടെയാകും സഞ്ചരിക്കുക. ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. ഈശ്വരകടാക്ഷവും ഭാഗ്യവും ഒന്ന് മറഞ്ഞു നിൽക്കും. തൽഫലമായി ഇവർക്ക് കാര്യവിഘ്നം, കാര്യപരാജയം, അമിതമായ അധ്വാനം എന്നിവയെല്ലാം വന്നു ഭവിക്കാം. കഠിനമായ അധ്വാനം ചെയ്താലും ഫലം നാമമാത്രം ആകും. എന്നാൽ ജനുവരി 24 തീയതിയോടുകൂടി ബുധൻ ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. കർമ്മപുഷ്ടി, ഔദ്യോഗിക രംഗത്ത് പ്രശംസ, അംഗീകാരം എന്നിവയെ എല്ലാം നൽകും. ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതിയും ലാഭവും ഉണ്ടാകും. ശത്രുക്കളെയും പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടുകൂടി ഇവർ നേരിടുകയും ചെയ്യും. വ്യാഴം ഈ കൂറുകാരുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം അനുകൂലമായ ഫലങ്ങളെയാണ് വ്യാഴം നിലവിൽ ഇവർക്ക് നൽകുന്നത്. ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവ വ്യാഴം 2ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരും. കൂടാതെ 2ാം ഭാവം എന്നത് വാക്സ്ഥാനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വ്യാഴം ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ആശയവിനിമയം, നല്ല ഭാഷണം എന്നിവ ഇവർക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഈ കൂറിൽ
വരുന്ന അഭിഭാഷകർ, അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്നവർ, സാഹിത്യകാരന്മാർ എന്നിവർക്ക് വ്യാഴം 2-ൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലം ഏറെ ശോഭനമായ ഫലങ്ങളെ നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളായ 11-ലും 12-ലുമായി സഞ്ചരിക്കുന്നു എന്നതിനാൽ അനുകൂലമായ ഫലങ്ങളെ നൽകും. ജനുവരി 27 വരെയും സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ അഭീഷ്ടസിദ്ധി, സർവകാര്യ വിജയം എന്നിവയെ ശുക്രൻ ഈ കൂറുകാർക്ക് നൽകും. ശുക്രൻ 11-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് വളരെയധികം വർധനവിനെ നൽകും. തൽഫലമായി അപ്രതീക്ഷിതമായി ധനവും ഇവർക്ക് പലവിധത്തിലും വന്നുചേരാം. ജനുവരി 28 മുതൽ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതും ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും. 12-ാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ ധനം, ആഡംബര വസ്തുക്കൾ, ഗൃഹോപകരണ വസ്തുക്കൾ എന്നീ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കും. ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി പ്രാപിക്കും. വിദേശത്ത് ജോലി തേടുന്നവർക്കും വിദേശത്ത് തൊഴിൽ എടുക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലമാകുന്നു. ശനി ഈ കൂറുകാരുടെ ധനാഗമഭാവമായ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒന്നും ഈ കൂറുകാരെ അകാരണമായി അലട്ടില്ല. കൂടാതെ സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, ബിസിനസ്സിൽ പുരോഗതി, ലാഭം, പദവി, ധനലാഭം, കുടുംബത്തിൽ ക്ഷേമം, ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെ എല്ലാം 11-ലെ ശനി നൽകും. അപ്പോൾ മേടക്കൂറുകാർക്ക് സൂര്യൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണരായും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ മാസത്തിൻ്റെ 2-ാം പകുതി വളരെ അനുകൂലരായും ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ശോഭനമായ ഫലങ്ങൾ വന്നുചേരുന്ന ഒരു മാസമായി ഭവിക്കുന്നതാണ്. രണ്ടാമതായി ഇടവക്കൂർ. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിൽ കൂടിയായിരിക്കും ഈ മാസം സഞ്ചരിക്കുക. ഭാഗ്യഭാവം ആയ 9-ൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം. ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം, ഭാഗ്യം എന്നിവയ്ക്ക് ഒരു കുറവ് വരാം. അതുകൊണ്ട് തന്നെ കാലതാമസം, കർമ്മവിഘ്നങ്ങൾ, ഏത് കാര്യം നടന്നു കിട്ടുവാനും തടസ്സങ്ങൾ, പരാജയം, മാനക്കേട്, അപവാദം എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം. അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണമാകാം. സൂര്യൻ ഈ കൂറുകാരുടെ 4-ാം ഭാവാധിപനും ആകയാൽ കുടുംബത്തിലും ഒരു സൗഖ്യക്കുറവ്, കുടുംബാംഗങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, രോഗങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. രണ്ടാമതായി ഇടവക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ്റെ നില പരിശോധിക്കാം. ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാകും സഞ്ചരിക്കുക. അത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും നൽകുക. കർമ്മഭാവമായ 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ കർമ്മരംഗത്ത് ഹാനി, പ്രതിസന്ധികൾ, വാക്തർക്കങ്ങൾ, അസംതൃപ്തി എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. കൂടാതെ സാമ്പത്തികമായി പ്രതിസന്ധികൾ, ധനനഷ്ടം എന്നിവയ്ക്കും കാരണമാകാം. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരും മേലധികാരികളും നിസ്സഹകരണവും അപ്രീതിയും പ്രകടിപ്പിക്കാം. പൊതുവെ മനസ്സിന് ഒരു സുഖം ഉണ്ടാകില്ല. എന്നാൽ ജനുവരി 28-ാം തീയതി മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ൽ പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനലാഭം ഉണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ തുറക്കപ്പെടും. ലോട്ടറി, ഓഹരി വിപണി, ബിസിനസ്, ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഭാഗ്യം തുണയ്ക്കും. കൂടാതെ ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർ ഈ സമയത്ത് തുടങ്ങുന്ന സംരംഭങ്ങൾ, ഉദ്യമങ്ങൾ എന്നിവയെല്ലാം വൻ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും. ചൊവ്വ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിൽ നിലവിൽ സഞ്ചരിക്കുന്നു. 3-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, കുടുംബത്തിൽ സൗഖ്യം, ഊർജ്ജസ്വലത, ആത്മവിശ്വാസം എന്നിവയെ എല്ലാം നൽകും. ശാരീരികവും മാനസികവും ഭൗതികവുമായ സുഖങ്ങളും ഇവർക്ക് ചൊവ്വ നൽകും. എന്നാൽ ജനുവരി 21-ാം തീയതിയോടുകൂടി ചൊവ്വ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു. 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ധനനാശം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, കടം, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. 2-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാനും അതുവഴി കലഹങ്ങളിലേക്ക് നീങ്ങാനും സാധ്യത ഉണ്ട് എന്നതിനാൽ നല്ല മനസ്സംയമനം പാലിക്കുക. ബുധൻ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക സൗഖ്യം, മാനസികമായ സംതൃപ്തി, രോഗമുക്തി, ആരോഗ്യം, കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. എന്നാൽ ജനുവരി 24 മുതൽ ബുധൻ മകരരാശിയിൽ പ്രവേശിക്കുമ്പോൾ
ഈ കൂറുകാരുടെ 8-ൽ നിന്നും 9-ലേക്ക് പ്രവേശിക്കുന്നു. ഭാഗ്യഭാവമായ 9-ലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഹാനിയും തൽഫലമായി കർമ്മവിഘ്നം, കാലതാമസം, പരാജയം എന്നിവയ്ക്കും സാധ്യത സൃഷ്ടിക്കും. സാമ്പത്തികമായ പ്രതിസന്ധികൾ മനസ്സംഘർഷത്തിലേക്ക് വഴി തെളിക്കുകയും ചെയ്യാം. നിലവിൽ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നില്ല. ശാരീരികമായുള്ള ക്ലേശങ്ങൾ, പിതാവിന് രോഗാരിഷ്ടതകൾ, ധനനഷ്ടം, ശത്രുശല്യം, തടസ്സങ്ങൾ എന്നിവയെല്ലാം ജന്മവ്യാഴം സൃഷ്ടിക്കാറുണ്ട്. വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വര കടാക്ഷത്തിനും മറവ് വരാം. ശനി നിലവിൽ ഇവർക്ക് കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിദോഷങ്ങളെ നൽകി വരുന്നു. ശനിദോഷങ്ങൾ പ്രധാനമായും ബാധിക്കുക ഈ കൂറുകാരുടെ കർമ്മഭാവമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. ജോലിയിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, അധിക ചുമതല, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, കർമ്മമേഖലയിലെ വീഴ്ചകൾ, അതുമൂലം മേലധികാരികളുടെ അപ്രീതി എന്നിവയെല്ലാം വന്നു ഭവിക്കാം. അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യൻ, വ്യാഴം, ശനി എന്നീ പ്രബലരായ 3 ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കയാൽ പ്രതികൂലമായ ഫലങ്ങളെ ഈ മാസത്തിൽ ഉടനീളം നൽകും. ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഭാഗികമായി ഗുണവും ദോഷവും പ്രദാനം ചെയ്യുന്നു. എന്നാൽ ശുക്രൻ സർവാഭീഷ്ട സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ധനാഗമം, സർവാഭീഷ്ടസിദ്ധി, കാര്യവിജയം, ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെ എല്ലാം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ 2-ാം പകുതി ഈ കൂറുകാർക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കും. മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ആയുർഭാവമായ 8-ലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ രോഗാരിഷ്ടതകൾ, അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകും. കൂടാതെ സാഹസിക യാത്രകൾ, ഡ്രൈവിംഗ് എന്നിവയിലും ഒരു ശ്രദ്ധ പുലർത്തുക. ധനനഷ്ടം, വഞ്ചന, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ എന്നിവ സൂര്യൻ 8-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട്. രണ്ടാമതായി ഈ കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ്റെ നില പരിശോധിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബുധൻ അനിഷ്ടഫലങ്ങളും 8-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബുധൻ അനുകൂലമായ ഫലങ്ങളെയും നൽകുന്നു. കളത്രഭാവമായ 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിൽ ചില സ്വാരസ്യങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, ടെൻഷൻ എന്നിവയെ എല്ലാം നൽകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ശത്രുക്കളും ഈ സമയത്ത് കൂടാം. എന്നാൽ ജനുവരി 24-ാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. 7-ൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഉടലെടുത്ത എല്ലാ പ്രശ്നങ്ങളും ഒഴിയും. ശാരീരികവും മാനസികവും ആയ സൗഖ്യം തിരികെ ലഭിക്കും. ഔദ്യോഗിക മേഖലയിലും കർമ്മമേഖലയിലും കുടുംബത്തിലും എല്ലാം മനസ്സമാധാനം കൈവരും. ചൊവ്വ ഈ കൂറുകാരുടെ 2, 1 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഇവർക്ക് ചൊവ്വ ഈ മാസം പ്രതികൂലമായ ഫലങ്ങളെ നൽകിയേക്കാം. വാക്സ്ഥാനമായ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ വാക്പിഴവ്, കലഹങ്ങൾ, ക്രോധം എന്നിവ സൃഷ്ടിക്കാമെന്നതിനാൽ വാക്കിൽ ഒരു സംയമനം പാലിക്കുക. കൂടാതെ 2-ാം ഭാവം ധനത്തെയും സൂചിപ്പിക്കുന്നതിനാൽ ധനത്തിനും നാശം, കളവ്, വഞ്ചന എന്നിവ സംഭവിക്കാം. തുടർന്ന് 1-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വയും ശാരീരികമായ ക്ലേശങ്ങൾ, കാര്യവിഘ്നം, രോഗദുരിതങ്ങൾ, പരാജയം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. വ്യാഴം ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. 12-ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം ആകയാൽ അത് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഇടയ്ക്കിടെ ഉണ്ടാക്കും. കൂടാതെ ധനനഷ്ടം, മാനഹാനി, മാനസികമായ സംഘർഷങ്ങൾ, ദൂരയാത്രകൾ എന്നിവയെയും വ്യാഴം സൃഷ്ടിക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവം ആയ 9-ലും കർമ്മഭാവമായ 10-ലും സഞ്ചരിക്കുന്ന മാസമാകും ഇത്. 9-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഈശ്വരകടാക്ഷം, ഭാഗ്യപുഷ്ടി, ശാരീരിക മാനസിക സുഖങ്ങൾ, കാര്യവിജയം, സത്ചിന്തകൾ, ആത്മീയമായ ഉന്നതി എന്നിവയെ എല്ലാം നൽകും. കുടുംബത്തിൽ ക്ഷേമം, സന്തോഷം, സമാധാനം എന്നിവയെയും നൽകും. എന്നാൽ തുടർന്ന് ജനുവരി 28-ന് 10-ാം ഭാവത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. കർമ്മരംഗത്തെ പ്രതിസന്ധികൾ, ധനക്ലേശം, മാനസികമായ സംഘർഷങ്ങൾ, മേലധികാരികളുടെ അപ്രീതി, സഹപ്രവർത്തകരുടെ വിരോധം എന്നിവയെ സൃഷ്ടിക്കാം. ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക. കർമ്മവിഘ്നം, ശത്രുവർദ്ധനവ് എന്നിവയെ ശനി ഉണ്ടാക്കാം. എന്നാൽ ആത്മീയമായ ചിന്തകളിലൂടെ ഈശ്വരനെ ഭജിക്കുമ്പോൾ ഈ ദോഷങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല, ഭാഗ്യവും ഈശ്വരകടാക്ഷവും ശനി ഇവർക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശനി 9-ൽ സഞ്ചരിക്കുമ്പോൾ കർമ്മങ്ങൾക്ക് അനുസൃതമായ ഫലത്തെയാണ് ശനി നൽകുക എന്ന് അറിയുക. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നിവർ ദോഷപ്രദരായും ശനി, ബുധൻ, ശുക്രൻ എന്നിവർ
ഭാഗികമായി അനുകൂലരായും ഭവിക്കുന്നു. ജനുവരി 27 വരെയും ശുക്രൻ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈശ്വര കടാക്ഷവും ഭാഗ്യവും അധികരിച്ച് ഇരിക്കും. എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി ആദ്യ പകുതിയെ അപേക്ഷിച്ച് കടുപ്പം ഏറിയതാകും. നാലാമതായി കർക്കിടകക്കൂർ. പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ, രോഗദുരിതങ്ങൾ, ടെൻഷൻ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗം, ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും 7-ലെ സൂര്യൻ കാരണമാകാം. കൂടാതെ കർമ്മവിഘ്നം, കാലതാമസം, കാര്യപരാജയം എന്നിവയും സൂര്യൻ നൽകുന്ന അനിഷ്ട ഫലങ്ങൾ ആണ്. ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിലും 12-ലുമായി സഞ്ചരിക്കുന്ന മാസമാകും ഇത്. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെയാകും നൽകുക. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, ശത്രുശല്യം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കുമ്പോൾ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ധനപരമായ പ്രതിസന്ധികൾ, ധനനാശം, അമിതമായ ചെലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ കർമ്മവിഘ്നം, അലച്ചിൽ എന്നിവയും 12-ലെ ചൊവ്വ നൽകാം. ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നതാണ്. 23 ജനുവരി വരെയും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം, ഊർജ്ജസ്വലത, ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും അറുതി എന്നിവയെ എല്ലാം നൽകും. എന്നാൽ തുടർന്ന് 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, അഭിപ്രായ ഭിന്നതകൾ, ദമ്പതികൾ തമ്മിൽ മാനസികമായി ഒരു അകൽച്ച എന്നിവയ്ക്കെല്ലാം കാരണമാകാം. കൂടാതെ ബുധൻ 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചതിക്കപ്പെട്ട് ധനം നഷ്ടപ്പെട്ടു പോകാനും സാധ്യത ഉണ്ട് എന്ന് അറിയുക. അതിനാൽ സൂക്ഷ്മത എല്ലാ കാര്യങ്ങളിലും പുലർത്തേണ്ടതാണ്. വ്യാഴം ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സർവകാര്യ വിജയം, ധനലാഭം, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, സർവാഭീഷ്ടസിദ്ധി, കാര്യവിജയം, ശാരീരികമായ സുഖം, മനസ്സുഖം എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകും. കൂടാതെ കുടുംബത്തിൽ ഐക്യം, സ്നേഹം, ക്ഷേമം, സന്തോഷം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ശുക്രൻ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണപ്രദനായി ഭവിക്കുന്നു. ആയുർഭാവം ആയ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ശരീരസുഖം, ഭൗതിക സുഖങ്ങൾ എന്നിവയെ നൽകും. കൂടാതെ സാമ്പത്തികമായി ഉന്നതി, ധനലാഭം, കാര്യവിജയം, ബിസിനസ്സിൽ പുരോഗതി, കുടുംബത്തിൽ ക്ഷേമം എന്നിവയെയും നൽകും. ജനുവരി 28 മുതൽ ഉച്ചനായി മാറുന്ന ശുക്രൻ ഇവരുടെ ഭാഗ്യഭാവമായ 9-ൽ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങളെ നൽകും. ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഭാഗ്യം എന്നിവ സമസ്ത മേഖലകളിലും ഇവർക്ക് വന്നുചേരും. തൽഫലമായി ഭൗതികവും ആത്മീയവും ആയ സുഖങ്ങളും ഉണർവും ഇവർക്ക് കൈവരും. കുടുംബത്തിലും കർമ്മമേഖലയിലും എല്ലാം ഇവർക്ക് ഏറ്റവും അനുകൂലമായ കാലം ഉണ്ടാകും. ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. 8-ൽ സഞ്ചരിക്കുന്ന ശനി ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കാം. അത് രോഗം, ആശുപത്രിവാസം എന്നിവയിലേക്ക് നയിക്കാം. അതുകൊണ്ട് ഈ കൂറുകാർ സ്വന്തം ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അപ്പോൾ സർവീശ്വരകാരകനായ വ്യാഴവും ശുക്രനും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുമ്പോൾ സൂര്യൻ, ചൊവ്വ, ശനി എന്നിവർ പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു. ബുധൻ സമ്മിശ്രമായ ഫലങ്ങളെയും ഈ കൂറുകാർക്ക് ഈ മാസം നൽകുന്നു. അടുത്തതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഇഷ്ടഭാവം ആയ 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോരാട്ടഗുണം, ആത്മവിശ്വാസം, ഊർജ്ജസ്വലത എന്നിവ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം, മത്സര പരീക്ഷകളിൽ മുന്നേറ്റം, ശത്രുനാശം എന്നിവ ഉണ്ടാകുന്നതാണ്. ഔദ്യോഗിക മേഖലയിലും സമൂഹത്തിലും എല്ലാം സൂര്യൻ ഇവർക്ക് നായകത്വം, ജനസമിതി എന്നിവയെ നൽകും. ശാരീരികവും മാനസികവും ആയ ഉണർവും ഓജസ്സും ഇവർക്ക് വന്നുചേരും. ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ 12, 11 എന്നീ ഭാവങ്ങളിലൂടെയാകും സഞ്ചരിക്കുക. 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ചെലവുകളെ ഗണ്യമായി ഉയർത്താം. കാര്യപരാജയം, വിഘ്നങ്ങൾ എന്നിവ അലട്ടാം. കൂടാതെ 12-ലെ ചൊവ്വ രോഗദുരിതങ്ങൾ, നേത്രരോഗം, ധനനാശം എന്നിവയെയും സൃഷ്ടിക്കാം. എന്നാൽ ജനുവരി 21 മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ 11-ലേക്ക് പ്രവേശിക്കുന്നത് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. ധനാഗമഭാവം ആയ 11-ൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ പ്രധാനമായും സാമ്പത്തികമായ പുരോഗതി, ധനലാഭം, കാര്യവിജയം, ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെ നൽകും. കൂടാതെ ഈ സമയം ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ധനം നിക്ഷേപിക്കുവാനും അനുയോജ്യമായ സമയം ആണ്.
ബുധൻ ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ സന്താനക്ലേശം, വിദ്യാതടസ്സം, അലസത, പരാജയം, ആശയവിനിമയത്തിൽ അപാകതകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ 5-ാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബുധൻ 5-ൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം, ആകുലത, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം. എന്നാൽ ജനുവരി 24 മുതൽ ബുധൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഈ ദോഷങ്ങളെ എല്ലാം നീക്കി അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. 6-ലെ ബുധൻ ശാരീരിക മാനസിക സുഖങ്ങൾ, വിദ്യാപുരോഗതി, സന്താനക്ഷേമം, ഊർജ്ജസ്വലത, ഉന്മേഷം എന്നിവയെ നൽകും. കൂടാതെ ഏത് വിഷമഘട്ടങ്ങളെയും ഇവർ ആത്മബലത്തോടെ നേരിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. വ്യാഴം ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. കർമ്മഭാവം ആയ 10-ൽ സഞ്ചരിക്കുന്ന വ്യാഴം പ്രതികൂലമായ ഫലങ്ങളെ നൽകും. പ്രധാനമായും കർമ്മരംഗത്ത് തടസ്സങ്ങൾ, കാര്യപരാജയം, പ്രതിസന്ധികൾ, സ്ഥാനഭ്രംശം, മേലധികാരികളുടെ അപ്രീതി, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. മാനസികമായ സംഘർഷങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. ശുക്രൻ ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. ശുക്രൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ, ഈഗോ, കലഹം എന്നിവ എല്ലാം സൃഷ്ടിക്കാം. 7-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ യാത്രാദുരിതങ്ങൾ, അലച്ചിൽ, ധനനഷ്ടം എന്നിവയെയും വരുത്താം. എന്നാൽ ജനുവരി 28 മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ എല്ലാം ഒഴിഞ്ഞ് പരസ്പരം ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. ബിസിനസ്സിലും അനൈക്യങ്ങൾ നീങ്ങി പരസ്പര ധാരണയിൽ എത്തിച്ചേരും. ശനി ഇവർക്ക് കേന്ദ്രഭാവമായ 7-ാം ഭാവത്തിലൂടെ പ്രതികൂലനായി സഞ്ചരിക്കുന്ന സമയമാണ്. അത് കുടുംബ ബന്ധങ്ങളിലും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, അതേ തുടർന്ന് അകൽച്ച, വിരഹം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രാശ്യാധിപനായ സൂര്യൻ ഈ മാസം മുഴുവനും ഏറെ അനുകൂലനായ ഫലങ്ങളെ നൽകുന്നു. ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മാസത്തിൻ്റെ മറുപകുതി ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ 2-ാം പകുതി ഏറെ ശോഭനമായ ഒരു കാലമായിരിക്കും. അടുത്തതായി കന്നിക്കൂർ. ഉത്രമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, വിദ്യാഭ്യാസം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ, സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ, പഠനത്തിൽ ഒരു അലസത എന്നിവയെല്ലാം വന്നു ഭവിക്കാം. കൂടാതെ ശത്രുശല്യവും സൂര്യൻ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വരാറുണ്ട്. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ 4, 5 എന്നീ ഭാവങ്ങളിലൂടെ ഈ മാസം സഞ്ചരിക്കും. മാതാവ്, മനസ്സുഖം, കുടുംബം, ബന്ധുഗുണം, വാഹനം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് 4-ാം ഭാവം. 4-ാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ നൽകുകയും ചെയ്യും. കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം, മാതാവിന് സൗഖ്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ, ഐക്യം എന്നിവ ദൃഢമാകും. എന്നാൽ തുടർന്ന് 5-ാം ഭാവത്തിലെ സഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. പ്രത്യേകിച്ചും സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ടി വരിക, വിദ്യാപുരോഗതിക്ക് തടസ്സം, പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ എന്നിവയെല്ലാം 5-ൽ സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ദോഷഫലങ്ങൾ ആകുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 11, 10 എന്നീ ഭാവങ്ങളിലൂടെ ഈ മാസം സഞ്ചരിക്കുന്നതാണ്. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു. സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കാര്യവിജയം, ലക്ഷ്യപ്രാപ്തി, അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ധനാഗമഭാവം എന്നും 11-ാം ഭാവം അറിയപ്പെടുന്നു എന്നതിനാൽ സാമ്പത്തികമായും ഏറെ ഉന്നതിയും അഭിവൃദ്ധിയും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. തുടർന്ന് കർമ്മഭാവം ആയ 10-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി, കർമ്മരംഗത്ത് അംഗീകാരം, സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെ നൽകും. വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവമായ 9-ൽ കൂടി സഞ്ചരിക്കുന്നു. 9-ാം ഭാവം ഭാഗ്യം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ സമയത്ത് അധികരിച്ച് കാണപ്പെടും. കാര്യവിജയം, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ 9-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ചേരുന്ന ഗുണാനുഭവങ്ങളാണ്.
ശുക്രൻ ഈ കൂറുകാരുടെ 6, 7 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ ഈ മാസം നൽകില്ല. 6-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരിക ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. 7-ാം ഭാവം വിവാഹം, ദാമ്പത്യം, പ്രണയം എന്നിവയെ എല്ലാം കുറിക്കുന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ, ഈഗോ, കലഹം എന്നിവയെയും സൃഷ്ടിക്കാം. കൂടാതെ 7-ാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ, പങ്കാളിത്ത ബിസിനസ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ആ മേഖലകളിലും ബന്ധങ്ങൾ വഷളാകാനും അതേ തുടർന്ന് കലഹങ്ങളും നഷ്ടങ്ങളും വരാനും സാധ്യത ഉണ്ട് എന്ന് അറിയുക. ഗ്രഹങ്ങളിൽ പ്രബലനായ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രോഗം, ശത്രുക്കൾ, കടങ്ങൾ, അലച്ചിൽ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നതിനാൽ ഈ 6-ാം ഭാവം അറിയപ്പെടുന്നത് അനിഷ്ടഭാവം എന്നാണ്. എന്നാൽ ഈ അനിഷ്ടഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഈ എല്ലാ അനിഷ്ടതകളെയും രോഗാരിഷ്ടതകളെയും ശനി നിശേഷം നീക്കി ഇഷ്ടബലദായകനായി ഭവിക്കുന്നു. തൽഫലമായി രോഗശാന്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മുക്തി, സാമ്പത്തികമായ അഭിവൃദ്ധി, കാര്യവിജയം, ഉണർവ്, ഓജസ് എന്നിവയെ എല്ലാം 6-ലെ ശനി നൽകുന്നു. കന്നിക്കൂറുകാർക്ക് ഈ മാസം ചൊവ്വ, വ്യാഴം, ശനി എന്നീ പ്രബലരായ 3 ഗ്രഹങ്ങൾ മാസം മുഴുവനായും ഏറ്റവും അനുകൂലരായി നിന്നുകൊണ്ട് അഭീഷ്ടമായ ഫലങ്ങളെ നൽകുന്നു. ബുധൻ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. ശുക്രൻ അനിഷ്ടൻ ആകുന്നു. എങ്കിലും 3-ലധികം ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ഏറെ ശോഭനമായ ഒരു മാസമാകും. 7-മതായി തുലാക്കൂർ. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 4-ാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, മനസ്സമാധാനക്കുറവ്, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, മാനഹാനി എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. തുലാക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിലൂടെയാകും സഞ്ചരിക്കുക. 5 എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവവും 6-ാം ഭാവം ശുക്രൻ്റെ അനിഷ്ടഭാവവുമാകുന്നു. അതിനാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് ഈ മാസം നൽകുക. ജനുവരി 27 വരെയും ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും. ശുക്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെ എല്ലാം നൽകും. പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, സാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെ എല്ലാം നൽകും. എന്നാൽ തുടർന്ന് 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരിക ക്ലേശങ്ങൾ, മനോദുരിതങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 10, 9 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 10-ാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. കർമ്മരംഗത്ത് അംഗീകാരം, സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവ വന്നു ചേരും. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെ എല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. എന്നാൽ ചൊവ്വ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷത്തിന് ഒരു മറവ്, കർമ്മവിഘ്നം, നിർഭാഗ്യം, മാനസികമായ പ്രതിസന്ധികൾ, പരാജയങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 3-ാം ഭാവം എന്നത് സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ധൈര്യം, ഉത്സാഹം എന്നിവയെ എല്ലാം കുറിക്കുന്നു. 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ നിലവിൽ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി സ്വാരസ്യങ്ങൾ, തർക്കം, ശത്രുഭയം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. എന്നാൽ ജനുവരി 24 മുതൽ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവവും ആകുന്നു. അതുകൊണ്ട് തന്നെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുന്നു. കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം, മാതാവിന് സൗഖ്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ, ഐക്യം എന്നിവ ദൃഢമാകും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമവ്യാഴം പ്രധാനമായും ശാരീരിക വൈഷമ്യങ്ങൾ, രോഗം, അനാരോഗ്യം, അതുമൂലമുള്ള ചിലവുകൾ, കർമ്മവിഘ്നം, മാനസികമായ പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. ശനി ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കയാൽ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാതടസ്സം, അനാരോഗ്യം എന്നിവ 5-ലെ ശനി ഉണ്ടാക്കും. എന്നാൽ കുടുംബദേവതകൾ, പിതൃക്കൾ എന്നിവരെ സ്മരിക്കുകയും പ്രീതിപ്പെടുത്തുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ശനി ദോഷങ്ങളെയെല്ലാം അകറ്റി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ തുലാക്കൂറുകാർക്ക് സൂര്യൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു. എന്നാൽ ശനി കർമ്മങ്ങൾക്കനുസരിച്ച് ഗുണഫലങ്ങളെയും നൽകുന്നു. ശുക്രനും ചൊവ്വയും ബുധനും സമ്മിശ്രമായ ഫലങ്ങളെയും നൽകുന്നു. എങ്കിലും ശുക്രൻ നൽകുന്ന സൗഭാഗ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതി ഈ കൂറുകാർക്ക് ശോഭനമായും എന്നാൽ 2-ാം പകുതി കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞും ഇരിക്കും.
അടുത്തതായി വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 3-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. സൂര്യൻ ഇഷ്ടഭാവമായി 3-ൽ സഞ്ചരിക്കുമ്പോൾ അത് ഊർജം, വീര്യം, ആത്മവിശ്വാസം, ധനപുഷ്ടി, ആരോഗ്യം, ധനാഗമം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെ എല്ലാം ഉണ്ടാക്കും. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ 9, 8 എന്നീ ഭാവങ്ങളിലൂടെയാകും സഞ്ചരിക്കുക. ഭാഗ്യഭാവമായ 9-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് നിർഭാഗ്യം, കാര്യതടസ്സം, പരാജയം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ഏത് കാര്യം നടന്നു കിട്ടുവാനും കുറേ കാലതാമസം വരിക, മനസ്സിന് ഒരു സ്വസ്ഥത ഇല്ലായ്മ എന്നിവയെല്ലാം 9-ലെ ചൊവ്വ ഉണ്ടാക്കാം. എന്നാൽ തുടർന്ന് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ൽ ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് ദോഷം അധികരിക്കുന്നു. 8-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം, അപകടം, മനോദുരിതങ്ങൾ, പലതരത്തിലുള്ള വ്യാധികൾ, വിഘ്നങ്ങൾ എന്നിവയെ ഉണ്ടാക്കുന്നതാണ്. ബുധൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 2 എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുമ്പോൾ 3 എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു. 2-ാം ഭാവം എന്നത് ധനം, വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. 2-ാം ഭാവത്തിലൂടെയുള്ള ബുധൻ്റെ സഞ്ചാരം അനുകൂലമായതും ഗുണപരവും ആയ അനുഭവങ്ങളെ നൽകുന്നു. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം 2-ലെ ബുധൻ നൽകുന്നു. കൂടാതെ വാക്സ്ഥാനമായ 2-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം, വാക്ചാരുത, നല്ല ആശയവിനിമയം എന്നിവയെയും നൽകും. 3-ാം ഭാവം എന്നത് സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ധൈര്യം, ഉത്സാഹം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ജനുവരി 24 മുതൽ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായ സ്വാരസ്യങ്ങൾ, തർക്കം, ശത്രുഭയം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. സർവീശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന 7-ാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 7-ാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. സർവകാര്യ വിജയം, ധനലാഭം, അഭീഷ്ടസിദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം വ്യാഴം നൽകും. 7-ാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് മേഖലയിലും ഇവർക്ക് ഏറെ പുരോഗതിയും ലാഭവും ഉണ്ടാകും. ശുക്രൻ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ശുക്രൻ മാതൃഭാവമായ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെ എല്ലാം നൽകും. വാഹനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള യോഗവും ഇവർക്ക് വന്നു ചേരാം. ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഈ സമയത്ത് ഈ കൂറുകാർ പുലർത്തും. തുടർന്ന് ജനുവരി 28-ാം തീയതി മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെ എല്ലാം നൽകും. പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാ സാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെയും ശുക്രൻ നൽകുന്ന ഫലങ്ങളാണ്. ഈ കൂറുകാർക്ക് ശനി പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അതായത് കണ്ടകശനിക്കാലം. കുടുംബത്തിലും മാതാവിനും ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ 4-ലെ ശനി സൃഷ്ടിക്കാം. എന്നാൽ 7-ാം ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം മൂലം ശനിദോഷങ്ങൾ ഇവരെ കാര്യമായി അലട്ടില്ല എന്നും അറിയുക. അപ്പോൾ വൃശ്ചിക കൂറുകാർക്ക് സൂര്യൻ, വ്യാഴം, ശുക്രൻ എന്നിവർ ഏറ്റവും അനുകൂല ഭാവങ്ങളിൽ നിന്ന് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഭാഗികമായി ഗുണഫലങ്ങളെയും നൽകുന്നു. രാശ്യാധിപനായ ചൊവ്വ പ്രതികൂലനായും ഭവിക്കുന്നു. എങ്കിലും 3 പ്രബലരായ ഗ്രഹങ്ങൾ അനുകൂലാവസ്ഥ പ്രാപിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ശോഭനമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു. 9-ാമതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. ധനസ്ഥാനം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 2-ാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ധനത്തിന് നാശം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെ എല്ലാം നൽകാം. കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ വാക്പിഴവുകൾ, അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഉണ്ട്. ധനുക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. 6-ാം ഭാവം എന്നത് കടം, ശത്രുക്കൾ, രോഗം, അരിഷ്ടതകൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. വ്യാഴം ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കാം. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും ശത്രുക്കൾ മനസ്സമാധാനം കെടുത്തുകയും ചെയ്യാം. ചൊവ്വ ഈ കൂറുകാരുടെ 8, 7 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങളെയും രോഗദുരിതങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും സൃഷ്ടിക്കാം. തുടർന്ന് ജനുവരി 21 മുതൽ പ്രണയം, ദാമ്പത്യം, വിവാഹം എന്നിവയെ എല്ലാം കുറിക്കുന്ന 7-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് ദോഷകരമായ
ഫലങ്ങളെയും നൽകാം. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ, കലഹങ്ങൾ, ജീവിത പങ്കാളിക്ക് രോഗം, വൈഷമ്യങ്ങൾ, മനോദുരിതങ്ങൾ, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ബുധൻ ഈ കൂറുകാരുടെ ജന്മം, 2 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രതികൂലനായ അനുഭവങ്ങളെ നൽകും. ബന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകാവുന്ന ദോഷഫലങ്ങളാണ്. എന്നാൽ ജനുവരി 24 മുതൽ 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അഭീഷ്ടമായ ഫലങ്ങളെയും നൽകുന്നു. 2-ാം ഭാവം എന്നത് ധനം, വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. ഈ ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായതും ഗുണപരവുമായ ഫലങ്ങളെ നൽകുന്നു. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം 2-ലെ ബുധൻ നൽകുന്നതാണ്. ലൗകികമായ സുഖഭോഗങ്ങളെ പ്രദാനം ചെയ്യുന്ന ശുക്രൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. അത് ശുക്രൻ്റെ അനുകൂലമായ ഫലങ്ങളെ ഇവർക്ക് ഈ മാസം മുഴുവനും നൽകും. സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെ എല്ലാം ശുക്രൻ നൽകുന്നതാണ്. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെയും നൽകും. 4-ാം ഭാവം എന്നത് മാതൃഭാവം, കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ 4-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെയും നൽകും. ശനി നിലവിൽ തൻ്റെ ഇഷ്ടസ്ഥാനമായ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. തൽഫലമായി ഇവർക്ക് സർവകാര്യ വിജയം, ശത്രുനാശം, ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലം, മനോബലം എന്നിവയെ എല്ലാം നൽകും. അപ്പോൾ ധനുക്കൂറുകാർക്ക് ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മാസം മുഴുവനും അഭീഷ്ടബലദായകരായി മാറുന്നു. എന്നാൽ സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു. എന്നാൽ മാസം ആദ്യ പകുതി കഴിഞ്ഞാൽ ബുധനും ഏറെ അനുകൂലൻ ആകുന്നു. അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാകും. എന്നാൽ 2-ാം പകുതി ഗുണാധിക്യം കൂടുകയും ചെയ്യും. 10-ാമതായി മകരക്കൂർ. ഉത്രാടം 3, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന മാസമാകും ഇത്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. സൂര്യൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, അനാരോഗ്യം, രോഗദുരിതങ്ങൾ, അമിതമായ അധ്വാനം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം നൽകാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ 2-ൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് 7-ര ശനിദോഷത്തെ നൽകും. എങ്കിലും 7-ര ശനിക്കാലത്തെ ഏറ്റവും ദുരിതങ്ങൾ കുറഞ്ഞ അളവിൽ മാത്രമേ ശനി 2-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് നൽകുകയുള്ളൂ എന്നതിനാൽ ശനി കാര്യമായ ദോഷങ്ങൾ ഈ കൂറുകാർക്ക് നൽകില്ല. ചൊവ്വ ഈ കൂറുകാരുടെ 7, 6 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. കളത്രഭാവമായ 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചൊവ്വ അത് ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ പ്രതിസന്ധികൾ, അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, ദുരിതങ്ങൾ എന്നിവയെയും നൽകാം. എന്നാൽ ജനുവരി 21 മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് വളരെയധികം ഊർജ്ജസ്വലത, രോഗമുക്തി, ശത്രുനാശം, സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലം, പോരാട്ടവീര്യം എന്നിവ ചൊവ്വ ഇവർക്ക് നൽകുന്നതാണ്. തൽഫലമായി ഇവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ അനായാസമായി എത്തിച്ചേരുകയും ചെയ്യും. ബുധൻ ഈ കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 12-ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവമാകുന്നു. 12-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും. അനാരോഗ്യം, മാനസികമായും ശാരീരികവുമായ വൈഷമ്യങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകും. കൂടാതെ ദൂരയാത്രകൾ, അലച്ചിൽ, ധനനാശം, ദ്രവ്യനാശം എന്നിവയും ബുധൻ 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആണ്. തുടർന്ന് ജനുവരി 24 മുതൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയെ എല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുത്തുന്ന ദോഷങ്ങൾ ആണ്. മകരക്കൂറുകാരുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു. 5-ാം ഭാവം എന്നത് പൂർവ്വപുണ്യം, സന്താനം, ബുദ്ധി, പഠനം എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നതിനാൽ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പുത്രസുഖം, സന്താനങ്ങൾക്ക് ക്ഷേമം, ഐശ്വര്യം, കാര്യവിജയം, ഗൃഹലാഭം എന്നിവയെ എല്ലാം നൽകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിൽ ഈ മാസം മുഴുവനും സഞ്ചരിക്കുന്നു. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു. ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ, ലാഭങ്ങൾ, ധനാഗമം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ കുടുംബത്തിൽ ഏറെ ഐശ്വര്യം, ക്ഷേമം എന്നിവയും ശുക്രൻ നൽകുന്നതാണ്. തുടർന്ന് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, സ്ഥാനമാനങ്ങൾ, നേതൃപാടവം, കാര്യവിജയം, ആത്മബലം, ഊർജ്ജം എന്നിവയെയും നൽകും. അപ്പോൾ മകരക്കൂറുകാർക്ക് വ്യാഴവും ശുക്രനും മാസം മുഴുവനും ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു.
സൂര്യനും ബുധനും ശനിയും പ്രതികൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ചൊവ്വ ഇവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി ഏറെ ഗുണഫലങ്ങളെ നൽകുന്നു. ജന്മത്തിൽ പ്രതികൂലരായി സൂര്യനും ചൊവ്വയും സഞ്ചരിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ കൂറുകാർ നല്ല ഒരു ശ്രദ്ധ ഈ മാസം പുലർത്തേണ്ടതുണ്ട്. 11-ാമതായി കുംഭക്കൂർ. അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരോരട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. സൂര്യൻ അനിഷ്ടഭാവമായ 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ, ലക്ഷ്യപ്രാപ്തി, കൈവരിക്കാനാവാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, അതുമൂലമുള്ള ധനച്ചെലവുകൾ എന്നിവയ്ക്ക് കാരണമാകാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലമാണ് ഇത്. അതായത് 7.5 ശനി. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ക്ലേശങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങൾ, അകാരണമായ ഭയം, ഭീതി, പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 6, 5 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ചൊവ്വ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തുന്നു. ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും. 4 ആത്മവിശ്വാസം. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് കുജൻ നൽകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണും. എന്നാൽ ജനുവരി 21-ാം തീയതി മുതൽ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ, അലസത എന്നിവയെയും കുജൻ സൃഷ്ടിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ്, ഓജസ് എന്നിവയെ എല്ലാം നൽകും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കാണുകയും ചെയ്യും. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും ബുധൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. എന്നാൽ ജനുവരി 24-ാം തീയതി മുതൽ ബുധൻ 12-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയും നൽകുന്നു. 12-ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം ആണ്. 12-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും. അനാരോഗ്യം, മാനസികമായും ശാരീരികവുമായുള്ള വൈഷമ്യങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യാഴം 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, രോഗം, ദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ 1, 2 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. അത് വളരെയേറെ അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകുന്നു. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ശാരീരിക സൗഖ്യം, മാനസികമായ സന്തോഷം, ദാമ്പത്യ സുഖങ്ങൾ, കുടുംബത്തിൽ ക്ഷേമം എന്നിവയെ എല്ലാം നൽകും. ധനലാഭം എന്ന് അറിയപ്പെടുന്ന 2-ാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ ഉന്നതി, ധനാഗമം, അംഗീകാരം, ബഹുമതി എന്നിവയെയും നൽകും. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ശുക്രൻ പൂർണ്ണമായും ശുഭകരമായ ഫലങ്ങളെ മാസം മുഴുവനും നൽകുന്നു. സൂര്യൻ, വ്യാഴം, ശനി എന്നിവർ പ്രതികൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ചൊവ്വ, ബുധൻ എന്നിവർ മാസത്തിൻ്റെ ആദ്യ പകുതിയോളം ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കയാൽ ഇവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ ശുഭകരവും മറുപകുതി താരതമ്യേന കഠിനവും ആകുന്നു. അവസാനമായി മീനക്കൂർ. പൂതരട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ ഈ മാസം മുഴുവനായും സഞ്ചരിക്കും. 11-ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകും. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനാഗമം, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം സൂര്യൻ നൽകും. മാത്രമല്ല സൂര്യൻ 11-ൽ സഞ്ചരിക്കുമ്പോൾ രോഗശമനം, രോഗപ്രതിരോധശേഷി, ആരോഗ്യം, ഐശ്വര്യം, കുടുംബത്തിൽ സൗഖ്യം എന്നിവയും വന്നുചേരുന്ന ഗുണഫലങ്ങൾ ആകുന്നു. മീനക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് നിലവിൽ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു. കാര്യതാമസം, കർമ്മവിഘ്നം, പരാജയം, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ശത്രുശല്യം, കലഹം എന്നിവയെല്ലാം വന്നു ഭവിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 5, 4 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ചൊവ്വയ്ക്ക് അനിഷ്ടഭാവങ്ങൾ ആകുന്നു. 5-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ, അലസത എന്നിവയും ചൊവ്വ ഉണ്ടാക്കുന്ന ദോഷഫലങ്ങൾ ആകുന്നു. കുടുംബത്തെയും മാതാവിനെയും കുറിക്കുന്ന 4-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം 4-ലെ ചൊവ്വ ഉണ്ടാക്കാം. ബുധൻ ഈ കൂറുകാരുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക.
ഈ രണ്ട് ഭാവങ്ങളും ബുധൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുകയും ചെയ്യുന്നു. 10 സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് ഇവർക്ക് നൽകുക. 10-ാം ഭാവം എന്നത് കർമ്മഭാവം, ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി, അഭിവൃദ്ധി, മേലധികാരികളുടെ പ്രശംസ, അംഗീകാരം, സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം, പൊതുവെ മനസ്സുഖം എന്നിവയെ എല്ലാം നൽകും. തുടർന്ന് ജനുവരി 24 മുതൽ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ൽ ബുധൻ സഞ്ചരിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തനുണർവ് എന്നിവയെല്ലാം ഉണ്ടാകും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും 11-ലെ ബുധൻ ഇവർക്ക് അനുഭവത്തിൽ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 12, ജന്മം എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളിലും ശുക്രൻ ഏറെ ശുഭദായകനായി നിൽക്കുന്നു. 12-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ധനധാന്യ സമൃദ്ധി, കാര്യവിജയം എന്നിവയെ നൽകും. ചെലവിൻ്റെ ഭാവം ആയ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശുക്രൻ ചെലവുകളെ ഉണ്ടാക്കാം എങ്കിലും അത് ആടയാഭരണങ്ങൾ, വാഹനം, ഭൂമി തുടങ്ങിയ വാങ്ങുന്നതിലേക്കായിരിക്കും ഈ ചെലവുകൾ ഉണ്ടാകുക. ഈ ചെലവുകളെ ശുഭകരമായ ചെലവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. തുടർന്ന് ജനുവരി 28-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അതും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സൗഖ്യം, മാനസികമായ സൗഖ്യം, ലൗകിക സുഖഭോഗങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനവും മുക്തിയും ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും. ശനി ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ 7 ശനിയുടെ 1-ാം ഘട്ടത്തിലൂടെ ഈ കൂറുകാർ കടന്നുപോകുന്നു. അത് ഈ കൂറുകാർക്ക് ദോഷഫലങ്ങളെ, പ്രധാനമായും ചെലവുകൾ, അലച്ചിലുകൾ, മനസ്സിന് ഒരു അസ്വസ്ഥത എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. അപ്പോൾ മീനക്കൂറുകാർക്ക് സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ പ്രബലരായ 3 ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് ഏറെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും പ്രദാനം ചെയ്യുന്നു. ചൊവ്വ, വ്യാഴം, ശനി എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു. എങ്കിലും 3 പ്രധാനികളായ ഗ്രഹങ്ങൾ ഏറെ അനുകൂലരായി നിന്നുകൊണ്ട് നേട്ടങ്ങൾ നൽകുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ്. എന്നാൽ മാതാവ്, സന്താനങ്ങൾ എന്നിവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുകയും വേണം. അപ്പോൾ മകരമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേൽപ്പറഞ്ഞ 12 രാശികൾക്കും അതിലെ 27 നക്ഷത്ര ജാതർക്കും മേൽ പ്രസ്താവിച്ച ഫലങ്ങൾ പൊതുവായി ഫലത്തിൽ വരാവുന്നതാണ്. ഓരോ ഗ്രഹനിലയിലുമുള്ള ഗ്രഹങ്ങളുടെ നില, സ്വക്ഷേത്രബലം, ഉച്ചനീചത്വം, ശുഭ പാപയോഗങ്ങൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരികയും ചെയ്യാം. ഗ്രഹചാരവശാൽ മേടം, കന്നി, വൃശ്ചികം, മീനം എന്നീ 4 രാശിക്കാർക്കും അതിലെ 12 നക്ഷത്ര ജാതർക്കും മകരമാസം ശോഭനമായ ഒരു മാസമായി ഭവിക്കും. എന്നാൽ അതേസമയം മറ്റ് രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായും ഇത് മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.